ഓയിൽ ചേഞ്ച് ചെയ്തു. ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് മേടിച്ചൊഴിച്ചത്. ഹോണ്ടയുടെ തന്നെയാണ് ഒഴിച്ചത്. വൈറ്റിലെ റോയൽ സർവീസുകാർ എനിക്കത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി അത് ചെയ്തു തന്നു. അവരോട് വീണ്ടും 1000 നന്ദി. ഇതിലൂടെ ഞാൻ ഗീത, നീ ആ ചൂല് കൊണ്ടുപോകണുണ്ടോ? എന്നെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് ചെയിനാണ്. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നൊരു പരിപാടി, പ്രത്യേകിച്ചും ക്ലച്ച് പിടിക്കുന്ന സമയത്താണ് വണ്ടി. ഹലോ, നമസ്കാരം, എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. നമ്മുടെ ഹിമാലയൻ 450 ഏകദേശം ഒരു വർഷം കഴിഞ്ഞിരിക്കുന്നു. 2024 ജനുവരി 18 നമ്മൾ ഈ വണ്ടി എടുക്കുന്നത്. ഇപ്പോൾ 2025 ജനുവരി 18 കഴിഞ്ഞപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. 17,000 കിലോമീറ്റർ ഓടിയ നമ്മുടെ വണ്ടി ഈ കാലയളവിൽ നമുക്ക് കിട്ടിയ മേജർ കംപ്ലയിൻസും ഒപ്പം ഇതിൻ്റെ ചിലവുകളും ഒക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ നിങ്ങളുമായി പങ്കിടാൻ ആഗ്രഹിക്കുന്നത്. കമ്പനി നമുക്ക് 4 ഫ്രീ സർവീസുകളാണ് ചെയ്തു തന്നിരിക്കുന്നത്. 1600 രൂപയാണ് എനിക്ക് ഓയിൽ ചേഞ്ചിന് ചിലവായിട്ടുള്ള തുക. ഇതിൽ 10,000 കിലോമീറ്റർ ആയപ്പോഴേക്കും കമ്പനിയിൽ ഓയിൽ ചേഞ്ച് ചെയ്തുവെങ്കിലും പിന്നീട് സെർവോയുടെ ഫുള്ളി സിന്തറ്റിക് ഓയിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങി ഒഴിച്ചിട്ടുണ്ടായിരുന്നു. അത് 10,000 കിലോമീറ്റർ ഓയിൽ ചേഞ്ച് ചെയ്ത ശേഷം ഏകദേശം 500 കിലോമീറ്ററിനുള്ളിൽ തന്നെ ഞാൻ ആ ഓയിൽ ചേഞ്ച് ചെയ്തു. വണ്ടി കുറേ കൂടി സ്മൂത്തായിട്ട് കിട്ടാനായിട്ടായിരുന്നു ഞാനത് ചെയ്തത്. ഒപ്പം തന്നെ ഇതിൻ്റെ എയർ ഫിൽറ്റർ, BMCയുടെ എയർ ഫിൽറ്റർ ഞാൻ മാറി വെച്ചിട്ടുണ്ടായിരുന്നു. 5,800 രൂപയ്ക്ക് എനിക്ക് ആ BMCയുടെ എയർ ഫിൽറ്റർ കിട്ടിയിരുന്നു. അപ്പം ഇത് രണ്ടുമാണ് ഈ കമ്പനി സർവീസിൻ്റെ പുറമെ ഞാൻ പുറത്ത് കൊടുത്ത് ചെയ്യിച്ചിട്ടുള്ള കാര്യങ്ങൾ. ഇതിൻ്റെ ഏറ്റവും വലിയ ഒരു പണി കിട്ടിയത് എനിക്ക് ഷോവയുടെ സസ്പെൻഷൻ ആയിരുന്നു. ഹിമാലയൻ 450യുടെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഷോവയുടെ സസ്പെൻഷൻ ആയിരുന്നുവെങ്കിലും നമുക്ക് തുടക്കത്തിൽ തന്നെ, അതായത് 10,000 കിലോമീറ്റർ ആയപ്പോൾ തന്നെ എനിക്ക് ഫസ്റ്റ് ഫ്രണ്ടിലെ റൈറ്റ് സസ്പെൻഷൻ മാറി വയ്ക്കേണ്ടി വന്നു. പക്ഷേ അതൊരു വലിയ തലവേദനയായിട്ടൊന്നും എനിക്ക് അനുഭവപ്പെട്ടില്ല. കാരണം വൈറ്റ്ലയിലെ റോയൽ സർവീസിൽ കൊണ്ടുപോയിട്ട് അത് അവർ വളരെ പെട്ടെന്ന് തന്നെ എനിക്ക് ആ കാര്യങ്ങൾ എളുപ്പത്തിൽ തന്നെ ചെയ്തു തന്ന കാരണം അതൊരു വലിയ തലവേദനയായിട്ട് കൊണ്ടു കിടക്കേണ്ടി വന്നില്ല. ഈ ഒരു കാലയളവിൽ റിയർ ബ്രേക്ക് പാഡുകളാണ് എന്നെ ഒരു അല്പം നിരാശപ്പെടുത്തിയത്. 8,000 കിലോമീറ്റർ ആയപ്പോഴേക്കും ഈ ബ്രേക്ക് പാഡ് മാറ്റേണ്ടി വന്നു. എന്നാൽ ഫ്രണ്ട് ബ്രേക്ക് പാഡ് 17,000 കിലോമീറ്റർ ഓടിയിട്ടും നമ്മൾ ഇതുവരെ മാറ്റിയിട്ടില്ല. അപ്പോൾ ആക്ച്വലി പലരും പറയാം ഇത് ബ്രേക്ക് പാഡ് 8,000 കിട്ടിയത് തന്നെ വളരെയധികം കിട്ടിയിട്ടുണ്ടെന്ന്. അതെ, ഓരോരുത്തർ വണ്ടി ഓടിക്കുന്ന രീതിക്കനുസരിച്ചാണ് ബ്രേക്ക് പാഡുകൾ തീരുന്നത്. ഒരുപക്ഷെ ഞാൻ റിയർ ബ്രേക്ക് പാഡായിരിക്കും കൂടുതൽ പിടിക്കുന്നത്, അതുകൊണ്ടായിരിക്കണം അത് എളുപ്പത്തിൽ തേഞ്ഞു തീരുകയും ഫ്രണ്ട് ഇതുവരെയും തീരാതിരിക്കുകയും ചെയ്യുന്നത്. എന്നാൽ ഈ 2 ബ്രേക്ക് പാഡുകളും ഞാൻ ഒപ്പം തന്നെയാണ് പിടിക്കാറുള്ളത്. ഒരുപക്ഷെ റിയർ ബ്രേക്ക് പാഡിനായിരിക്കാം അത് കൂടുതൽ കിട്ടുന്നത്, അതുകൊണ്ടായിരിക്കണം റിയർ ബ്രേക്ക് പാഡ് എനിക്ക് 2 തവണ മാറേണ്ടി വന്നത്. ഇപ്പോൾ രണ്ടാമത് ഞാൻ മാറിയപ്പോഴത്തേക്കും കഴിഞ്ഞ ദിവസം മാറിയിട്ടേ ഉള്ളൂ. അത് വീണ്ടും വെസ്ട്രയുടെ ബ്രേക്ക് പാഡുകളാണ് വാങ്ങിച്ചിട്ടത്. 1,300 രൂപ എന്നുള്ളത് അവരിപ്പോൾ 1,500 രൂപയാക്കി. പക്ഷേ ഈ കഴിഞ്ഞ തവണ 8,000 കിലോമീറ്റർ ഓടിയ ശേഷം ഞാൻ ബ്രേക്ക് പാഡ് മാറിയത് എനിക്ക് 7,000 കിലോമീറ്റർ കിട്ടിയുള്ളൂ. എനിക്ക് അവരതിൻ്റെ വിലയും കൂട്ടിയത് എന്നെ ഒരല്പം നിരാശപ്പെടുത്തിയിരിക്കുന്നു. അങ്ങനെയൊക്കെയാണ് ബ്രേക്ക് പാഡിൻ്റെ കാര്യങ്ങൾ പറയുമ്പോൾ പറയാനുള്ളത്. പിന്നെ എന്നെ അതിശയപ്പെടുത്തിയിരിക്കുന്നത് ചെയിനാണ്. കാരണം ചെയിൻ മാറേണ്ട സമയം ആയിരിക്കുന്നു, പക്ഷേ എങ്കിലും ഇതുവരെ മാറിയിട്ടില്ല. സാധാരണ ഒരു 14,000 കിലോമീറ്റർ ഒക്കെ ആകുമ്പോഴത്തേക്കും ചെയിൻ മാറേണ്ടതായിരുന്നു. പക്ഷേ ചെയിൻ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ്. ഫ്രണ്ട് ബ്രേക്ക് പാഡ് ഇനിയും കുറച്ചുകൂടി തീരാനുണ്ട്. ഇനി ഈ വീഡിയോയിൽ എനിക്ക് പറയാനുള്ള ഏറ്റവും വലിയൊരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ ദിവസം നമ്മുടെ വണ്ടിക്കൊരു വലിയൊരു കംപ്ലയിൻ്റ് ഉണ്ടായി. വണ്ടി ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്ന സമയത്ത് വണ്ടി ഓഫായി പോകുന്നൊരു പരിപാടി, പ്രത്യേകിച്ചും ക്ലച്ച് പിടിക്കുന്ന സമയത്താണ് വണ്ടി ഓഫായി പോയിക്കൊണ്ടിരുന്നത്. അത് സെക്കൻഡ് ഗിയർ, തേർഡ് ഗിയർ, ഫോർത്ത് ഗിയർ, ഈ ഗിയറുകളിലെല്ലാം അത് എപ്പോഴായിരിക്കും എന്ന് നമുക്ക് പറയാൻ പറ്റാത്ത വിധത്തിൽ നമ്മൾ സിറ്റി കൂടെ വണ്ടി ഓടിക്കുന്ന സമയത്തായിരിക്കാം വണ്ടി ഓഫായി പോകുന്നത്. പക്ഷേ വണ്ടി ഓടി നിൽക്കുന്നതിന് മുമ്പ് തന്നെ കിക്കറടിച്ച് വണ്ടി സ്റ്റാർട്ടാക്കി ഞാനങ്ങ് പോവുകയാണ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഇത് 2-3 തവണ കാണിച്ചപ്പോഴേക്കും എനിക്ക് ഒരു ടെൻഷനായി. കാരണം ഇത് എന്തോ ഒരു മേജർ ഇഷ്യൂസിൻ്റെ ഒരു സ്റ്റാർട്ടിംഗ് ആണെന്ന് മനസ്സിലായി. ഞാനിത് വൈറ്റിലെ റോയൽ സർവീസ് സെൻറ്ററിൽ കൊടുത്തു. അവർ ഫസ്റ്റ് ഡേ വണ്ടി അവിടെ വെച്ചു വൈകുന്നേരത്തേക്ക് കൊണ്ടുപോകത്തക്ക രീതിയിൽ ശരിയാക്കി തരാമെന്ന് പറഞ്ഞു. ഞാൻ വൈകുന്നേരമായി വണ്ടി മേടിക്കാൻ ചെന്നപ്പോൾ അവർ എന്നോട് പറഞ്ഞ കാര്യങ്ങൾ, ചെയ്തിട്ടുണ്ടായിരുന്ന കാര്യങ്ങൾ, അതായത് ഒന്ന്
എൻജിന് മുകളിൽ വരുന്ന പ്ലഗ് ക്ലീൻ ചെയ്തു, 2 റിലേ എല്ലാം ഒന്ന് ചെക്ക് ചെയ്തു, ക്ലീൻ ചെയ്തു എന്ന് എന്തൊക്കെയോ പറഞ്ഞു. അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് ഒരു തവണ കൂടി നോക്കാം എന്ന് പറഞ്ഞ് വണ്ടി തന്നു വിടുകയും ഞാൻ വീട്ടിലേക്ക് പോരുന്ന പോക്കിൽ തന്നെ 2 തവണ വണ്ടി നിൽക്കുകയും ചെയ്തു. അന്ന് വൈകിട്ട് ഞാൻ നമ്മുടെ റോയൽ എൻഫീൽഡിൻ്റെ ഗ്രൂപ്പിൽ ഒരു മെസ്സേജ് ഇട്ടു, ഇന്നപോലെ ഒരു കംപ്ലയിൻ്റ് ഉണ്ടായിട്ടുണ്ട്. അപ്പം ആ മെസ്സേജ് ഇടുമ്പോഴത്തേക്കും ആർക്കെങ്കിലും ഇത് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് കിട്ടിയിട്ടുണ്ടെങ്കിൽ നമുക്ക് അറിയാൻ സാധിക്കുമല്ലോ എന്ന് വിചാരിച്ചാണ് ഞാൻ ആ കംപ്ലയിൻ്റ് ഇടുന്നത്. അത് മാത്രമല്ല, റോയൽ എൻഫീൽഡിൻ്റെ വണ്ടികൾ കൈകാര്യം ചെയ്യുന്ന ഒരുപാട് പേര് അതിനകത്തുണ്ട്. അപ്പോൾ അവരിൽ നിന്നൊക്കെ ഒരു സജഷൻ കിട്ടാനായിട്ട് എന്തായിരിക്കും ഈ കംപ്ലയിൻറ്റ് എന്ന് അറിയാനായിട്ടായിരുന്നു ഞാൻ ആ മെസ്സേജ് ഇട്ടത്. പക്ഷേ പല സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ എനിക്ക് പേഴ്സണലി മെസ്സേജ് ഇടുകയും എന്നെ കോൾ ചെയ്യുകയും ചെയ്തു, ഇന്ന ഇഷ്യൂസൊക്കെ ഉണ്ടായിരിക്കാമെന്ന്. അത് വളരെ ഒരു നല്ലൊരു അനുഭവമായിരുന്നു. കാരണം നമുക്കെപ്പോഴും നമ്മൾ വണ്ടിയുടെ കാര്യം വരുമ്പോൾ എല്ലാവർക്കും ഒരു കൂട്ടായ്മയുണ്ട്. അപ്പോൾ ആ ഒരു കൂട്ടായ്മ എനിക്ക് അവിടെയും കാണാൻ സാധിച്ചു. ഞാൻ ഈ പറയുന്ന കംപ്ലയിൻറ്റിൽ എനിക്ക് മെയിനായിട്ട് മനസ്സിലായത് ത്രോട്ടിൽ ബോഡി കംപ്ലയിൻ്റ് ആയതുകൊണ്ടായിരിക്കാം എന്നുള്ളതാണ്. കാരണം പഴയ ഹിമാലയനും ഈ ഒരു വലിയ ഇഷ്യൂ ഉണ്ടായിരുന്നു, ത്രോട്ടിൽ ബോഡി കംപ്ലയിൻ്റ് ആയി ഇതുപോലെ വണ്ടി ഓഫായി പോവുകയും ചെയ്യുന്നൊരു പ്രശ്നം. അപ്പോൾ അത് തന്നെ ആയിരിക്കുമെന്ന് ഞാൻ കരുതി. പിറ്റേ ദിവസം ഞാൻ റോയൽ എൻഫീൽഡിൻ്റെ സർവീസ് സെൻ്ററിൽ വണ്ടി കൊടുത്തു. അവരോട് ഞാൻ പറഞ്ഞു, നിങ്ങൾ വേണ്ടത്ര സമയമെടുത്ത് ചെയ്യുക. അങ്ങനെ അവർ വണ്ടി നോക്കി. അപ്പോൾ അവർ അതിനകത്ത് കണ്ടെത്തിയ കംപ്ലയിൻറ്റ് ത്രോട്ടിൽ ബോഡിയിൽ നിന്നും പോകുന്നൊരു പൈപ്പ് എവിടെയോ ചെറിയ നനവുണ്ടായിരുന്നു. അപ്പോൾ ആ നനവ് മൂലമായിരിക്കാം എന്നുള്ളൊരു ധാരണയിലെത്തുകയും ആ പൈപ്പ് മാറാനുള്ള ഒരു ഓർഡർ ചെന്നൈയിൽ നിന്ന് അവർ എടുത്തിട്ടുണ്ട്. നിലവിൽ ആ പൈപ്പ് അവിടെ കുറച്ചുകൂടി നല്ല രീതിയിൽ സെറ്റ് ചെയ്ത ശേഷം അവർ എനിക്ക് വൈകിട്ട് 2 ദിവസം വണ്ടി അവിടെ വച്ചിരുന്നു. അതിനുശേഷം 2 ദിവസം കഴിഞ്ഞു വൈകിട്ട് ഞാൻ വണ്ടി എടുത്തുകൊണ്ട് പോകുന്നു. പക്ഷേ ഈ പറയുന്ന കംപ്ലയിൻറ്റ് 2 ദിവസമായി വണ്ടി ഓടിക്കുന്നു, ഇതുവരെയും കിട്ടിയിട്ടില്ല. വണ്ടി ഇതിനിടയിൽ എനിക്ക് പലതവണ തോന്നി വണ്ടി മാറിയാലോ എന്ന്. കാരണം നമുക്ക് ഇതുപോലെയുള്ള കംപ്ലയിൻറ്റുകൾ, അതായത് നമ്മൾ ചില കംപ്ലയിൻറ്റുകൾ മാറാനായിട്ട് പെട്ടെന്ന് കണ്ടെത്തി അത് ഇത്ര രൂപയാണെന്ന് പറഞ്ഞാലും നമുക്ക് അത് എത്ര രൂപയായാൽ തന്നെയും നമുക്കതൊരു ഇഷ്യൂ ഉണ്ടായില്ല. കാരണം കംപ്ലയിൻറ്റ് ഇന്നതാണെന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. പക്ഷേ ഈ കംപ്ലയിൻറ്റ് എന്താണെന്ന് മനസ്സിലാകാണ്ട് വരുമ്പോഴാണ് നമുക്ക് ഈ വണ്ടി കൊടുത്തേക്കാം എന്നുള്ള ആലോചനയിലെത്തണം. പക്ഷേ എന്നെ നിരാശനാക്കിയില്ല വൈറ്റിലെ റോയൽ സർവീസുകാർ. എനിക്കത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടുകൂടി അത് ചെയ്തു തന്നു. അവരോട് വീണ്ടും 1000 നന്ദി ഇതിലൂടെ ഞാൻ അറിയിക്കാൻ ആഗ്രഹിക്കുന്നു. കാരണം വണ്ടിയെ സ്നേഹിക്കുന്ന ഒരാൾക്ക് ആ ഒരു സർവീസ് സെൻറ്ററിൽ നിന്നും കിട്ടുന്ന ഒരു സപ്പോർട്ടുണ്ടല്ലോ, അതൊരു വലിയൊരു ഘടകം തന്നെയാണ്. ഇനി വേറൊരു കാര്യം എന്ന് വെച്ചാൽ, ഒരു ദിവസം തന്നെ 1000 വണ്ടികൾ അവിടെ നന്നാക്കാൻ വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു കംപ്ലയിൻറ്റിൻ്റെ കൃത്യമായിട്ടുള്ള കാരണം കണ്ടെത്താത്ത ഒരു കംപ്ലയിൻറ്റുമായിട്ട് ചെല്ലുമ്പോൾ അവർക്ക് ഒരുപക്ഷെ സമയം എടുക്കേണ്ടി വരുമായിരിക്കും. പക്ഷേ ഒരു കാര്യം എനിക്ക് മനസ്സിലായത്, അവർ മനസ്സ് വച്ചാൽ മാറ്റാൻ പറ്റാത്ത ഒരു കംപ്ലയിൻറ്റും വണ്ടിക്ക് ഇല്ല എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഈ വണ്ടി എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ എവിടേക്കാണ് ഇഷ്യൂസ് എന്ന് വളരെ കുറച്ച് ഇലക്ട്രോണിക്സ് ഉപകരണങ്ങൾ മാത്രമേ ഉള്ളൂ. അതിൽ ഇന്ന സ്ഥലത്താണെന്ന് അവരൊന്നും മനസ്സ് വെച്ച് കഴിഞ്ഞാൽ കണ്ടെത്താൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. എന്തായാലും അവരത് വൃത്തിയായിട്ട് ചെയ്തു തന്നു. അതിന് 1000 നന്ദി വീണ്ടും പറയുന്നു. ഇനി ഇതിൻ്റെ ഇടയിൽ വേറൊരു കാര്യം പറയാൻ വിട്ടു. കാരണം നമ്മൾ വണ്ടി സർവീസ് സെൻറ്ററിൽ കൊടുത്ത ശേഷം 2 ദിവസത്തെ ഒരു കാത്തിരിപ്പാണ്, വണ്ടി ശരിയായി കിട്ടുമോ ഇല്ലയോ. ഇതിൻ്റെ ഇടയ്ക്ക് നമ്മൾ വേറെ വണ്ടി നോക്കുന്നു, അഡ്വഞ്ചർ 390 എങ്ങനെയുണ്ട്, വണ്ടി അടിപൊളിയാണോ ഇല്ലയോ, ഇതൊക്കെയുള്ള ഇതിൻ്റെ ഒരു എന്താണ് ലോഞ്ചിങ് എന്നൊക്കെയുള്ളത് ഇതിൻ്റെ ഇടയ്ക്ക് കയറി നോക്കുക. കാരണം ചില കംപ്ലയിൻറ്റുകൾ നമ്മളെ വല്ലാണ്ട് നിരാശപ്പെടുത്തും. അപ്പോഴാണ് ഈ വണ്ടി മാറണമെന്നുള്ള ആഗ്രഹം തോന്നുന്നത്. അങ്ങനെ വണ്ടി നമുക്ക് 2 ദിവസം കഴിഞ്ഞ് വണ്ടി കൈ കിട്ടുന്നു. അപ്പം ഈ ഒരു സമയത്ത് എൻ്റെ ഒരു മെയിൻ പരിപാടി എന്ന് പറയുന്നത് ഇടയ്ക്ക് അഡ്വഞ്ചർ ബൈക്കുകളുടെ വീഡിയോസ് കാണുക എന്നുള്ളതാണ്. അപ്പോൾ അന്ന് കണ്ടത് ഹോണ്ടയുടെ ആഫ്രിക്ക ട്വിൻ്റെ പുതിയ മോഡലാണ്. അപ്പോൾ അതിൻ്റെ ഒരു വണ്ടി ഓടിക്കുന്ന രീതിയും അഡ്വഞ്ചർ ട്രിപ്പുകളും ഒക്കെ വിഷ്വലൊക്കെ കണ്ടിട്ട് ഇങ്ങനെ ഇരിക്കുന്ന ഇരിപ്പായിട്ട് അന്ന് വൈകുന്നേരമാണ് നമ്മുടെ ഹിമാലയൻ നന്നാക്കി കിട്ടുന്നത്. പിന്നെ റോഡിലൂടെ ഞാൻ ഏതോ ഒരു ആഫ്രിക്ക ട്വിൻ ഓടിക്കുന്ന അതേ ഫീലിലാണ് വണ്ടി ഓടിച്ചു പോകുന്നത്. ഭാഗ്യത്തിന് എവിടെയും ഉരുണ്ട് പിടച്ച് വീഴാഞ്ഞത് ദൈവാധീനം എന്ന് മാത്രമേ പറയാനുള്ളൂ. അപ്പം അത്രയ്ക്കും ഒരു വണ്ടിയോടുള്ള ഒരു ഇഷ്ടം, വണ്ടിയോടുള്ള സമീപനം ഇതൊക്കെയാണ്. ഒരു വണ്ടി കൈ കിട്ടിയാൽ ഒരു കൊച്ചു കുട്ടിയെ പോലെ ആയിരിക്കും നമ്മുടെ മനസ്സ്. നമ്മുടെ പ്രായമോ അല്ലെങ്കിൽ നമ്മളുടെ ജീവിതത്തിൻ്റെ മറ്റുള്ള ബാധ്യതകളോ കഷ്ടപ്പാടുകളോ ഒന്നും തന്നെ
നമുക്ക് ആ സമയം ഓർമ്മയിലേക്കില്ല. നമ്മളെല്ലാം മറന്നിട്ടുള്ള ഒരു യാത്രയാണ്. അതുകൊണ്ടാണ് നമ്മൾ വണ്ടിയെ ഇത്രയധികം സ്നേഹിക്കുന്നത്. ഇതിൻ്റെ സീറ്റ് കവറൊന്ന് നമ്മൾ മാറ്റി കേട്ടോ. സ്റ്റോക്ക് സീറ്റിൽ കരിമ്പനടിച്ച് മഹാവൃത്തികേടായി. എനിക്കൊരു സ്വഭാവം ഉണ്ടായിരുന്നു, ഈ മഴയൊക്കെ നനഞ്ഞു വന്നിട്ട് അതിൻ്റെ റെയിൻ കോട്ട് എടുത്ത് ഇതിൻ്റെ മുകളിലിടുകയും കരിമ്പനടിക്കുകയും ചെയ്തിരുന്നു. അപ്പം അതിന് മുകളിൽ നമ്മളൊരു കവറിട്ട് ഇപ്പോൾ ആ ഒരു അഭംഗി അങ്ങ് മാറ്റി. അപ്പം അടിപൊളിയായി, വളരെ ഒരു ക്വാളിറ്റി ഉള്ള രീതിയിൽ തന്നെയാണ് അവരതെനിക്ക് ചെയ്തു തന്നത്. 400 രൂപയായി ഈ സീറ്റ് കവർ അടിച്ചിട്ടതിന്. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ ചെയ്തിരുന്നു, നിങ്ങൾ കണ്ടോന്ന് അറിയില്ല, ട്രയംഫിൻ്റെ 400 സ്ക്രാംബ്ലർ. അപ്പോൾ അതിൻ്റെ നോയ്സുമായിട്ട്, എൻജിൻ നോയ്സുമായിട്ട് ബന്ധപ്പെട്ടാണ് നമ്മൾ ആ വീഡിയോ ചെയ്തത്. നമ്മുടെ സുഹൃത്തിൻ്റെ ആയിരുന്നു ആ വണ്ടി. ആക്ച്വലി അവൻ ഇതുവരെയും ആ വണ്ടി നന്നാക്കാൻ കൊടുത്തിട്ടില്ല എന്നുള്ളതാണ് സത്യം. ഒരുപറ്റ ആൾക്കാർക്ക് വണ്ടിയെ ദൂരെ നിന്ന് കാണുമ്പോഴുള്ള ആഗ്രഹവും ആകാംക്ഷയും മാത്രമാണുള്ളത്. ആ വണ്ടി കിട്ടിക്കഴിഞ്ഞാൽ ആ വണ്ടി ഒരു 100 കിലോമീറ്റർ പോലും ഓടിക്കാനായിട്ടുള്ള ഒരു കെൽപ്പോ മാനസിക ശേഷിയോ അങ്ങനെയുള്ള ആഗ്രഹങ്ങളോ ഇല്ലാത്ത ആൾക്കാരാണ് ഈ കൂട്ടരിൽ പലരും. നമ്മൾ വണ്ടി എടുത്താൽ വണ്ടി മാക്സിമം ഓടിക്കുക, എൻജോയ് ചെയ്യുക. അങ്ങനെയുള്ളവർ മാത്രം അങ്ങനെയുള്ള വണ്ടി സെലക്ട് ചെയ്തെടുക്കുക. അല്ലാത്തവർ ഒരു 100cc 150cc ഉള്ള വണ്ടികൾ ആവശ്യത്തിനായിട്ട് മാത്രം ഓടിക്കാനായിട്ട് വാങ്ങിക്കുക. വെറുതെ ഇതിനായിട്ട് ലക്ഷങ്ങൾ ചിലവാക്കി കളയരുത് എന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇന്നലെ നമ്മുടെ ഗർജിക്കുന്ന കടുവ, നമ്മൾ മുൻപൊരു വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതിനെക്കുറിച്ച്. അപ്പം ഇവൻ്റെ ഓയിൽ ചേഞ്ച് ചെയ്തു. ഫുള്ളി സിന്തറ്റിക് ഓയിലാണ് മേടിച്ചൊഴിച്ചത്. ഹോണ്ടയുടെ തന്നെയാണ് ഒഴിച്ചത്. 1500 രൂപയോളമായി ഓയിലിന് മാത്രം. പിന്നെ ഓയിൽ ഫിൽറ്റർ, അത് ഹോണ്ട ഷൈൻ്റെ ഓയിൽ ഫിൽറ്ററാണ്. എല്ലാവരും ശ്രദ്ധിക്കുക, പുറത്ത് നമുക്ക് ഇതൊക്കെ കിട്ടാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഹോണ്ട ഷൈൻ്റെ ഓയിൽ ഫിൽറ്റർ ഉപയോഗിച്ച് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് ഓയിൽ ഫിൽറ്റർ മാറി. കുറേ നാളായിട്ട് ഇവനിവിടെ അടങ്ങി ഒതുങ്ങിയിരിക്കുക നമ്മുടെ ഹിമാലയം വന്ന്. പിന്നെ ഇനി ഇവനെ ഒന്ന് ഇറക്കണം, ഒന്ന് ചാടിക്കണം. നമുക്ക് കുറേ ഒന്ന് ഏറ്റുവാണ് ബെസ്റ്റ്. ചുമ്മാ നമ്മളൊരു വീഡിയോ ചെയ്യുമ്പം ഇവരൊക്കെ എവിടുന്നെങ്കിലൊക്കെ വരും, എന്തെങ്കിലുമൊക്കെ സൗണ്ട് ഉണ്ടാക്കി. 2 പേരെ വെറുപ്പിച്ചു വിട്ടിട്ടുണ്ട്. ഇനി എന്താവും അവസ്ഥ? കഴിഞ്ഞ ദിവസത്തെ സർവീസ് കഴിഞ്ഞിട്ട് വണ്ടി ഒന്നും കഴുകാൻ പറ്റിയിട്ടില്ല. ഇവിടെയൊക്കെ അത്യാവശ്യം കരി പറ്റിയിട്ടുണ്ട്. ഇനി ഒരു ട്രിപ്പ് പോകണം. അത് എങ്ങോട്ടാണെന്നുള്ളതാണ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഒരുപാട് നാളായി ഇപ്പോൾ ഒരു ട്രിപ്പ് പോയിട്ട്.